ഇന്നത്തെ നമ്മുടെ ചർച്ച BJP ബാന്ധവും ഇടതിനോ വലതിനോ എന്നാണ്. അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPMൻ്റെ സഹയാത്രികനായ വാഹിദ് നാട്ടിക, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് ഇൻഗാസിൻ്റെ ഗ്ലോബൽ മെമ്പർ അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ്, BJPയുടെ പ്രതിനിധിയായിട്ട് രമേശ് മന്നത്ത്. വാഹിദ് നാട്ടികയോടാണ് ചോദ്യം. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ബേപ്പൂർ അതുപോലെ തന്നെ വടകര BJP അലയൻസിനെ കുറിച്ച് പറഞ്ഞു. തിരിച്ചും കോൺഗ്രസിൻ്റെ പ്രതിനിധി അതിൻ്റെ പണ്ട് ജനസംഘവുമായിട്ടുണ്ടായിരുന്ന മുന്നണിയെക്കുറിച്ചും അതിനെക്കുറിച്ചും മത്സരിച്ചതിനെക്കുറിച്ചും പറഞ്ഞു. അതോടൊപ്പം എനിക്കൊരു ചോദ്യമുണ്ട്. പാലക്കാട് അസംബ്ലി മണ്ഡലം CPMൻ്റെ ശക്തി കേന്ദ്രമായിരുന്നു. അവിടെ BJP ജയിച്ചു എന്ന് നിങ്ങളിപ്പോൾ തന്നെ പ്രഖ്യാപിക്കുകയാണ്. CPM അല്ല, ഒരു ബൈ ഇലക്ഷൻ വന്ന BJP ജയിക്കുമെന്ന് അതാണല്ലോ വടകര ഷാഫി ജയിച്ചാൽ അവിടെ ബൈ ഇലക്ഷൻ വരുമ്പോൾ BJP ജയിക്കും, BJP ജയിക്കാനാണെന്ന് പറയുന്നത് ഒരു തോൽവി ആദ്യം സമ്മതിച്ചു അവിടെ ഒരു ബൈ ഇലക്ഷൻ വരികയാണെങ്കിൽ. അല്ല, ആദ്യത്തെ കാര്യം താങ്കൾ എന്തായാലും ഭയപ്പെടേണ്ടതില്ല. വടകരയിൽ എന്തായാലും പാലക്കാട് എന്തായാലും ബൈ ഇലക്ഷന് സാധ്യതയില്ല. ഷാഫിക്ക് അവിടെ തന്നെ MLA ആയിട്ട് തുടരാൻ കഴിയും. അതിനുള്ള തീരുമാനം വടകരയിലെ ജനങ്ങൾ എടുത്തോളൂ. പിന്നെ ഇതിൽ അഥവാ ജയിച്ചാൽ അല്ല, ജയിക്കാൻ സാധ്യതയില്ല. നമ്മളൊരു ഹൈപ്പോത്തിക്കൽ ചോദ്യം ചോദിക്കേണ്ടതില്ല. വടകരയിൽ എന്തായാലും ശൈലജ ടീച്ചർ ഇന്ത്യയിലെ പാർലമെൻറ്റ് അംഗമായിട്ട് പോവുകയും ഷാഫി കേരള നിയമസഭയിൽ അംഗമായി തുടരുകയും ചെയ്യും. അദ്ദേഹം അത് തുടരട്ടെ. തീർച്ചയായിട്ടും കേരളത്തിലൊരു ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവും. 4 സീറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യമുന്നണിയുടെ 4 MLAമാർ മത്സരിക്കുന്നുണ്ട്. 4ഇടത്തും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവും, സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ആ ഉപതെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യമുന്നണി ജയിക്കും. ഇനി അദ്ദേഹം ഈ BJP 2ാം സ്ഥാനത്ത് വരും ഇത് കളവ് പറഞ്ഞു. എന്തായാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതാണ് കേരളത്തിൻ്റെ വാക്ക്. കേരളത്തിൽ BJP എവിടെയും അക്കൗണ്ട് തുറക്കില്ല. കേരള നിയമസഭയിൽ ആകെ ഒരു അക്കൗണ്ട് തുറന്നിരുന്നു, അത് ഞങ്ങൾ പൂട്ടിച്ചു. ഇനി കേരളത്തിലെ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP എവിടെയും അക്കൗണ്ട് തുറക്കില്ല എന്നല്ല, 2ാം സ്ഥാനത്തും വരില്ല. ഇത് കേരളത്തിൻ്റെ ഉറപ്പാണ്, കേരളത്തിൻ്റെ ക്യാപ്റ്റൻ നൽകിയ ഉറപ്പാണ്. അതാണ് ഇടതുപക്ഷത്തിൻ്റെ ഉറപ്പ്. ഇതാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാട്. ഇന്ത്യയിലെ പാർലമെൻറ്റ് നമ്മൾ ഇത് നടക്കാൻ പോകുന്ന അദ്ദേഹം നേരത്തെ പറഞ്ഞു, പാർലമെൻറ്റ് തീർച്ചയായിട്ടും പാർലമെൻറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പാർലമെൻറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ ചർച്ചകൾ നടന്നു. കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള ജനതയ്ക്ക് വലിയ അബദ്ധം പറ്റി. വയനാട് നിന്നൊരു പ്രധാനമന്ത്രി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള തെറ്റായ ധാരണയിൽ ജനത ഒരു വോട്ട് ചെയ്തു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് ഇടതുപക്ഷത്തോടുള്ള എതിർപ്പല്ല. ഇടതുപക്ഷത്തോടുള്ള എതിർപ്പാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷത്തെ അധികാരത്തിൽ കൊണ്ടുവരില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ, ഞങ്ങൾ പല ചാനൽ ചർച്ചകളും പറയുമ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിക്കുമെന്നുള്ള ആ അഹങ്ക പറയുമ്പോൾ പറഞ്ഞിരുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല പഞ്ചായത്ത്, ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇനി ഞാൻ പറയുന്നു അദ്ദേഹത്തിനോട്, ഇനി അടുത്ത ജൂൺ മാസം 4-ാം തീയതി വീണ്ടും നമുക്കിരിക്കാം. അപ്പോൾ പറയുന്നു, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല കേരളത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. 2004 ഇന്ത്യ. 2004 ഇന്ത്യയിൽ എന്തായിരുന്നു അവസ്ഥ? ഇന്ത്യ ഷൈനിങ് എന്നുള്ള പ്രചാരണം നടത്തിക്കൊണ്ട് വാജ്പേയി ഇന്ത്യയിൽ വീണ്ടും ഇത് അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ള പ്രചാരണം നടക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ജനത ഒരു മതേതര മുന്നേറ്റം നടത്തി. അതിൽ ഏറ്റവും പ്രധാന പങ്കുവഹിച്ചത് കേരളമായിരുന്നു. കേരളത്തിൽ യഥാർത്ഥ മതേതര കക്ഷിയെ പിന്തുണച്ചു. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ BJP വിലക്ക് വാങ്ങിയാണ് ഏത് കോൺഗ്രസ്സുകാരനെയും, കേരളത്തിൽ ഇപ്പോൾ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി ഒഴികെ ഏത് കൈപ്പത്തിക്കാരനെയും ഏത് നിമിഷവും BJPക്ക് വിലക്ക് വാങ്ങാൻ കഴിയും. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി വ്യക്തിപ്രഭാവം. അദ്ദേഹത്തിൻ്റെ പെങ്ങൾ പോയി കഴിഞ്ഞു. അതായത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മുഖങ്ങളാണ് AK ആൻ്റണിയും K കരുണാകരനും. അവരുടെ 2 പേരുടെയും മക്കൾ പോയി കഴിഞ്ഞു. അതിൽ ഇനി അടുത്ത മകനാണ് ഇപ്പോൾ മത്സരിക്കുന്ന തൃശ്ശൂർ. അദ്ദേഹം തോറ്റു കഴിഞ്ഞാലും ജയിച്ചു കഴിഞ്ഞാലും ജയിക്കാനുള്ള സാധ്യതയില്ല. അതിപ്പോൾ എന്തായാലും തൃശ്ശൂരിലായൊരു അബദ്ധം പറ്റില്ല. കരുണാകരൻ്റെ മക്കൾ എന്തായാലും തൃശ്ശൂർ ജയിക്കില്ല. അത് മുൻകാല അനുഭവങ്ങളുള്ളതാണ്. അദ്ദേഹം മന്ത്രിയായി നിന്നുകൊണ്ട് മത്സരിച്ചിട്ട് തോറ്റ ചരിത്രമുള്ള ഒരു മണ്ണാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ അതിനുള്ളൊരു സാധ്യതയില്ല. അപ്പോൾ എന്തായാലും തോറ്റു കഴിഞ്ഞാലും അദ്ദേഹം പോവും. കാരണം അദ്ദേഹത്തിന് പോകാതെ പറ്റില്ല. കരുണാകരനാൽ ആരംഭിച്ചിട്ടുള്ള കോടാനുകോടികളുടെ തുക അവിടെ കെടുക്കുന്നുണ്ട്. ഇടിയെ കാട്ടി പെങ്ങളെ പേടിപ്പിച്ചു, പെങ്ങളെ കൂടെ എടുത്തു, ആങ്ങളെ പോയേ മതിയാവും. ഈ ഇരിക്കുന്ന അജി കുര്യാക്കോസും അദ്ദേഹം കരുണാകരൻ്റെ അല്ലെങ്കിൽ ഈ മുരളീധരൻ്റെ ഒക്കെ വലിയ അനുയായിയാണ്. അതുകൊണ്ട് തന്നെ അജി കുര്യാക്കോസും ചിലപ്പോൾ
ഈ ഇദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയത്തിലേക്ക് പോയാൽ ഞാൻ അത്ഭുതപ്പെടുന്നില്ല. അത്ര കണ്ട് BJP വൽക്കരിക്കപ്പെട്ടു കേരളത്തിലെ കോൺഗ്രസ്. കാരണം അടിസ്ഥാനപരമായി കോൺഗ്രസ്സിന് പൊളിറ്റിക്സ് ഇല്ല, രാഷ്ട്രീയമില്ല. അവർ അധികാരത്തിന് വേണ്ടിയുള്ള ഒരു സംഘം ചേരലാണ്. അപ്പോൾ ഈ അധികാരത്തിന് വേണ്ടി സംഘം ചേരുന്നവരുടെ ഏറ്റവും വലിയ കുഴപ്പം അധികാരമില്ലാതായാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതാണിപ്പോൾ കഴിഞ്ഞ 6-7 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയ ഒരു നീണ്ട ഇടവേളയിൽ കോൺഗ്രസ് അധികാരത്തിലില്ലാത്തത്. അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BJP അല്ല എന്ത് AP വഴിയെങ്കിലും അധികാരത്തിലേറുക എന്നുള്ളതാണ് കോൺഗ്രസ്സുകാരുടെ മനോഭാവത്തിലുള്ളത്. അതിനവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അഡ്വക്കേറ്റ് അജി കുര്യാക്കോസിനോട് BJPയുടെ ഒരാളുടെ സഹായം ഇല്ലാതെ തന്നെ ഇപ്രാവശ്യം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ആവർത്തിക്കൂല, ശക്തമായ തിരിച്ചുവരവ്, മേജർ സീറ്റുകൾ CPM ഇടതുപക്ഷം നേടും എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതിനിധി CPMന് അല്ല BJPക്ക് കേരള അസംബ്ലിയിൽ ഉണ്ടായിരുന്നത് പൂട്ടിച്ചതും പിന്നെ CPM ആണെന്നൊരു അവകാശവാദം കൂടി അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ശ്രീ വാഹിദ് എൻ്റെ സുഹൃത്തു കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ BJPയുടെ മാർക്കറ്റിംഗ് ഏജൻ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കാരണം മുരളീധരനെ കൊണ്ടുപോകും, അജി കുര്യാക്കോസിനെ കൊണ്ടുപോകും, കൂടെ നിൽക്കുന്നവരൊക്കെ കൊണ്ടുപോകും എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു മാർക്കറ്റിംഗ് ഏജൻ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ ചോദ്യങ്ങളിൽ ഒന്നൊന്നായിട്ട് പറയാം. ആദ്യത്തേത് സമയമില്ലാത്തതുകൊണ്ടാണ്, അതിനൊക്കെ ഉത്തരം പറയാനുണ്ട്. പക്ഷേ അതൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കളയുന്നതാണ് നല്ലത്. ഒന്ന്, നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ചത് ശിവൻകുട്ടിയാണ് എന്നുള്ള ഒരു അഹന്ത, തെറ്റായ ധാരണ അദ്ദേഹത്തിനുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചേക്കണം. വെറും 6000 വോട്ടുണ്ടായിരുന്ന സ്ഥലത്ത് 36,000 വോട്ടുകൾ ഞങ്ങൾ നേടിക്കൊണ്ട് ശ്രീ K മുരളീധരനെ തന്നെ അവിടെ ഇറക്കി. ആ വോട്ടുകളെല്ലാം BJPക്ക് പോകേണ്ട വോട്ടുകളെല്ലാം ഞങ്ങൾ പിടിച്ചെടുത്തതുകൊണ്ടാണ് ശിവൻകുട്ടി അവിടെ ജയിച്ചത് എന്നുള്ളത് മനസ്സിലാക്കുക. അത് അദ്ദേഹത്തിന് മാത്രമായിരിക്കും ചിലപ്പോൾ ആ കണക്ക് മനസ്സിലാവാത്തത്. പക്ഷേ കണക്ക്, യഥാർത്ഥത്തിലുള്ള കണക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്ന, നേരത്തെ തന്നെ പറഞ്ഞു, പാലക്കാടിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ തൃശ്ശൂരിലെ കാര്യങ്ങൾ പറഞ്ഞു. ഇവരിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 സീറ്റ് കിട്ടുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഉറപ്പ്, അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. 20 മണ്ഡലത്തിൽ മത്സരിക്കുന്ന 6 സീറ്റ് കിട്ടും. 2004 ആവർത്തിക്കുകയും ചെയ്യും. ഇതിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട്. കാരണം 6 സീറ്റ് കിട്ടുമെന്നുള്ളത് മാത്രമേ അവർക്ക് പ്രതീക്ഷയുള്ളൂ ഇപ്പോഴും. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പറയുന്നുണ്ടല്ലോ, ഈ ആൻറ്റി ഇൻകംബൻസി എന്ന് പറഞ്ഞ അല്ല എന്നാൽ 20 സീറ്റ് കിട്ടുമായിരിക്കും. ഈ 2004 അതിന് 2004 പറയുന്നു, അദ്ദേഹത്തിന് ഉറപ്പുള്ള 6 സീറ്റും പറഞ്ഞിട്ടുണ്ടല്ലോ. അതിലിപ്പോൾ വടകര ഓൾറെഡി ഷാഫിക്ക് കൊടുത്തു കഴിഞ്ഞു. അല്ല അങ്ങനെയല്ലല്ലോ, അതല്ല പറഞ്ഞോട്ടെ, വേണ്ട, ഞാൻ പറയുന്നത് ആ വാക്ക് തിരിച്ചെടുക്കുന്നു. അപ്പോൾ 6 സീറ്റിൽ 20 സീറ്റ് കിട്ടും. 20 സീറ്റ് കിട്ടും. അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ ശ്രീ രാഹുൽ ഗാന്ധിനെ അംഗീകരിച്ചുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റർ വെച്ചാണ് തെരഞ്ഞെടുപ്പിലും കേരളം കഴിഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വോട്ട് പിടിക്കുന്ന. സുഹൃത്തെ, നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞത്, വയനാട്ടിൽ ജനങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയെന്ന്. അത് നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് പറയാം, മീൻസ് കേരളത്തിൽ പറയാം, അല്ലാതെ പുറത്തിറങ്ങി പറയാൻ പറ്റുമോ? നിങ്ങളുടെ ഓരോ സ്ഥാനാർത്ഥി, രാജ്യസഭയിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ബീഹാറിൽ ഓരോ സ്ഥലത്തും രാഹുലിൻ്റെ പടാമാണ് ഏറ്റവും വലുത്. നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ വേണമെങ്കിൽ തെളിവുകൾ ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരു നേതാവാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രഭാവം കേരളത്തിൽ എല്ലായിടത്തും കാണും, ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും കാണും. അത് ഞാൻ കൃത്യമായിട്ട് പറയുന്നു. 2019 തന്നെ ഈ വർഷം ആവർത്തിക്കും, അത് യാതൊരു സംശയവും വേണ്ട. ഇവിടെ ഞങ്ങളിപ്പോൾ പേടിക്കുന്നത് നിങ്ങളുടെ വോട്ടുകളാണ്. വീണ്ടും പറയുന്നു, ഈ ബാന്ധവം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ശ്രീ രമേശ് പറഞ്ഞതുപോലെ, ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, ചിലപ്പോൾ താഴെ തട്ടിൽ അറിയുന്നില്ല. കാരണം സുരേഷ് ഗോപി പറയുന്ന പോലെ ഞാൻ ഉത്തരം പറയുന്ന കേരള ജനതാ പാർട്ടിക്കല്ല, ഞാൻ ഉത്തരം പറയേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിക്കാണ് സുരേഷ് ഗോപി പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പരിപാടികളെല്ലാം നടക്കുന്ന കേന്ദ്രത്തിലാണ്, ഇതിൻ്റെ ബന്ധങ്ങളെല്ലാം നടക്കുന്നതും ഇതിൻ്റെ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നതും ഈ ബാന്ധവം നടക്കുന്നതെല്ലാം കേന്ദ്രത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെറിയൊരു പേടി മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ആ പേടിയില്ലെങ്കിൽ തന്നെ 2ാം സ്ഥാനത്ത് ഒരു കാരണവശാലും BJP വരേണ്ടതല്ല. ഞാൻ പറഞ്ഞത് 2ാം സ്ഥാനത്ത് വരുമെന്ന് പറയുന്നുണ്ട്. കാരണം ഈ CPM-ഉം BJP തമ്മിലുള്ള ബന്ധം, CPI അല്ല, പാവം CPI അതിനകത്ത് വെറും സ്റ്റേക്ക് ഗോഡ്സായിട്ട് മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞാൻ പറയുന്നു, ഞങ്ങൾ വളരെ സൂക്ഷ്മതയോട് തന്നെയാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മണ്ഡലത്തിലും
BJP വോട്ടുകൾ നമുക്ക് കാണാം. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വെല്ലുവിളിച്ചല്ലോ, 2019 തെരഞ്ഞെടുപ്പിന് ശേഷം ഈ 2024 തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ എത്ര CPI വോട്ടുകൾ, എത്ര CPM വോട്ടുകൾ, എത്ര BJP വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞിട്ടുണ്ടെന്നുള്ള കണക്ക് നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമാണ്, പകൽ പോലെ വ്യക്തമാണ്, ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അദ്ദേഹം പറഞ്ഞു ക്യാപ്റ്റൻ്റെ ഉറപ്പാണ്. ആർക്ക് വേണം ഈ ഉറപ്പ്? ആരാണ് ഈ ക്യാപ്റ്റന് വേണ്ടി ക്യാപ്റ്റൻ്റെ ഉറപ്പ് കേൾക്കുന്നത്? ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ആ ഭീകരജീവി എന്നാണ് ഞങ്ങളെല്ലാവരും വിളിക്കുന്നത്. അദ്ദേഹം എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഓരോ വീടുകളിലും സംഭവിക്കുന്നത് നമ്മൾ കണ്ടില്ലേ, കേരളത്തിൽ സംഭവിച്ചത് കണ്ടില്ലേ. അപ്പോൾ അദ്ദേഹത്തെ നിങ്ങളുടെ ഉറപ്പൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ കൃത്യമായ ഉറപ്പ് ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, ന്യായപത്രയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ജനങ്ങളത് വായിക്കുന്നുണ്ട്. ആ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളം കഴിഞ്ഞാൽ നിങ്ങളടക്കം ഞങ്ങളുടെ കൂടെ ചേർന്നുകൊണ്ട് ഒരുമിച്ച് വോട്ട് പിടിച്ച് നമുക്ക് BJP താഴെ ഇറക്കാം. രമേശ് മന്നത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയത്ത് LDF കൺവീനർ പറഞ്ഞിരുന്നു കേരളത്തിൽ BJPയും CPM ഇടതുപക്ഷം തമ്മിലാണ് മത്സരം. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ BJPയുടെ പല സ്ഥാനാർത്ഥികളും കഴിവുള്ള ആളുകളാണെന്ന്. പക്ഷേ അതൊന്നുമല്ല, അതിനൊരു പ്രസക്തിയില്ല. LDF കൺവീനർ പറയുന്നതല്ല, ലീഡർ അതായത് ക്യാപ്റ്റൻ പറയുന്നതാണ്, പിണറായി വിജയൻ പറയുന്നത് ശരി. BJP ഈ പ്രാവശ്യം കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ രണ്ട് കൂട്ടരും പറയുന്നത്. നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? അല്ല, ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അജി കുര്യാക്കോസ് പറഞ്ഞ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞു വിട്ടത്. കാരണം എന്താണെങ്കിൽ കേരളത്തിൻ്റെ ഈ പറയുന്ന ബൗണ്ടറി കടന്നു കഴിഞ്ഞാൽ അങ്ങോട്ടെല്ലാം രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചാൽ മാത്രമാണ് CPM എന്നൊരു പാർട്ടി ഇന്ത്യ രാജ്യത്തുണ്ട് എന്നുള്ള ജനങ്ങൾ അറിയുന്നുള്ളൂ. ഒരു 3 സീറ്റ് മാത്രമുള്ള 2% താഴെ വോട്ട് ലോക്സഭയിലേക്ക് നേടുന്നത് വളരെ ചെറിയ ഒരു പാർട്ടിയാണ്. പണ്ട് പ്രതാപം ഉണ്ടായിരുന്നു, ഒരുപക്ഷെ ഇവർക്ക് ബംഗാളിൽ വലിയ പ്രതാപം ഉണ്ടായിരുന്നു, ത്രിപുരയിൽ വലിയ പ്രതാപം ഉണ്ടായിരുന്നു. ആ പ്രതാപകാലത്ത് പണിത ഓഫീസുകളെല്ലാം ഭൂരിഭാഗം BJPയുടെ ഓഫീസുകളായിട്ട് മാറിക്കഴിഞ്ഞു. കാരണം അവിടെ വളരെ വലിയൊരു വാട്ടർലൂ ആണ് ഈ സംസ്ഥാനങ്ങളിൽ എല്ലാവർക്കും സംഭവിച്ചത്. ഇനി കേരളത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം, എവിടെയെല്ലാം BJP ശക്തമായിട്ട് വരുന്നുണ്ടോ അവിടെയെല്ലാം കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ CPM റെഗുലറായിട്ട് നടത്തുന്നത് നമുക്ക് കാണാം. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ. അവിടെ വോട്ട് നോക്കൂ എങ്ങനെയാണ് നടക്കുന്നതെന്ന്. അവിടെ CPMന് 10,000-12,000 വോട്ടിൻ്റെ മാത്രം വ്യത്യാസം വരികയും BJPയും കോൺഗ്രസും 50,000-ന് മുകളിൽ വോട്ട് ഓരോ വർഷവും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ MP രാജേഷ് ജയിച്ച് തൊട്ട് അടുത്ത വർഷത്തെ ഇലക്ഷൻ വന്ന സമയത്ത് CPMൻ്റെ 1,00,000 വോട്ട് കാണാതാകുന്നു. ആ വോട്ട് കോൺഗ്രസ്സിന് പോകുന്നു, കോൺഗ്രസ് ജയിക്കുന്നു. അവിടെ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ മുമ്പ് ഇലക്ഷൻ നടന്ന സമയത്ത് ഏകദേശം 18,000 വോട്ട് CPMൻ്റെ ഒറ്റയടിക്ക് കാണാതാകുന്നു. സോ ഈ ഒരു പാറ്റേൺ ഉണ്ട്. അതായത് എവിടെയെങ്കിലും BJP ജയിക്കുകയാണെങ്കിൽ, അപ്പോൾ അതാണ് ഇവർ പറഞ്ഞത്, ഇവർ പൂട്ടിക്കുമെന്ന് ഉറപ്പ് പറയുന്നതും അല്ലെങ്കിൽ അവിടെ മുരളീധരനെ ഇട്ടുകൊണ്ട് ശിവൻകുട്ടിയെ ജയിപ്പിക്കുന്നതും മുരളീധരനെ കൊണ്ടുവന്ന് സുരേഷ് ഗോപിയെ തോൽപ്പിക്കുവാൻ ശ്രമിക്കുന്നതും ഇതെല്ലാം ഇവർ തമ്മിലുള്ള ഒരു അന്തർധാര. ഇന്ത്യ ഒട്ടാകെ ഇവർ ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഒന്നാണ്. ഇവർ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. ഒരു സ്റ്റേജിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്, ഒരേ സ്റ്റേജിലാണ് പ്രസംഗിക്കുന്നത്. ഇവർ കേരളത്തിലെ ജനങ്ങളെ മാത്രം വിഡ്ഢികളാക്കാനുള്ള ഒരു ശ്രമം ചെറിയ രീതിയിൽ കേരളത്തിൽ നടത്തുന്നു. പക്ഷേ ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഇവരുടെ ഇത്തരത്തിലുള്ള ഗിമിക്കുകൾക്കൊന്നും തന്നെ കേരളത്തിൽ ജനത വഴങ്ങില്ല. കാരണം ഒരുപക്ഷെ CPMഉം BJPയും ഒരേ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങിയ രണ്ട് രാഷ്ട്രീയ കക്ഷികളാണ്. ഇന്ന് BJP എവിടെയാണ് എത്തി നിൽക്കുന്നത്? BJP ഏകദേശം 18 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന 300-ന് മുകളിൽ MPമാരുള്ള ഇന്ത്യയുടെ രാഷ്ട്രപതിയെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും സംഭാവന നൽകുന്ന രീതിയിലേക്ക് വളർന്ന് പടർന്ന് പന്തലിച്ച സമയത്ത് CPMനെ സംബന്ധിച്ച് അവരുടെ സേഫ് സോണുകളിൽ മാത്രം ആളുകളെ നിർത്തിക്കൊണ്ട് ഒരു പൊളിറ്റിക്കൽ പാറ്റേൺ ഇന്ത്യയുടെ നോക്കിയാൽ അറിയാം. ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം കാൻഡിഡേറ്റുകൾ വെക്കുക, അവിടെ മാത്രം മത്സരിക്കുക, ജയിക്കാൻ ശ്രമിക്കുക. ഇതായിരുന്നു CPMൻ്റെ പാറ്റേൺ. BJP അങ്ങനെയല്ല. BJP മുമ്പ് ആരോ പറഞ്ഞതുപോലെ പാൽ സൊസൈറ്റി മുതൽ പാർലമെൻറ്റ് വരെ തോൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിലും ഞങ്ങൾ മത്സരിക്കും, ഞങ്ങളുടെ ആളുകളെ ഞങ്ങളോടൊപ്പം നിർത്തിക്കൊണ്ട് ഞങ്ങളുടെ ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഞങ്ങൾ മത്സരിച്ചു. അതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് ഇന്ന് ഇന്ത്യ ഒട്ടാകെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇത്തവണ കേരളത്തിൽ ഞങ്ങൾ വളരെയധികം ശുഭാപ്തി വിശ്വാസത്തിലാണ്. കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുമായിട്ട് നമ്മൾ നടത്തിയ ചർച്ചകളിൽ, രാഷ്ട്രീയ മേഖലകളിൽ ഇടപെടലുകളിൽ നമ്മൾ നടത്തിയ ചർച്ചകളിലെല്ലാം തന്നെ നമ്മളെ സംബന്ധിച്ച് BJP ഇത്തവണ സീറ്റ് നേടും. അത് ഞാൻ ഈ പറഞ്ഞതുപോലെ 5 അതിന് മുകളിലോ സീറ്റുകളിൽ BJP ഇത്തവണ കേരളത്തിൽ വിജയിച്ചു വരിക തന്നെ ചെയ്യും. അവിടെയെല്ലാം ഞാൻ ഇപ്പോഴും പറയുന്നു, അവിടെയെല്ലാം ഒരു പാർട്ടിയുടെ CPMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ ഒരുപക്ഷെ ഒരു ഗ്രൂപ്പായിട്ട് കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഞങ്ങൾ കാണുന്നു. കാരണം ഇവർ തമ്മിൽ BJP ജയിക്കുമെന്ന് വരുമ്പോൾ അവസാന ഘട്ടത്തിലൊരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്, കാരണം ഇവർക്കറിയാം പാർലമെൻറ്റിൽ പോയാലും ഇപ്പോൾ CPMനെ സംബന്ധിച്ച് അവിടെ ഒരു വലിയ ശക്തിയായിട്ട് ഇരിക്കുവാനോ അവിടെ ഒന്ന് ഇന്ത്യ ഭരിക്കുവാനോ ഇന്നോ നാളെയോ കഴിയുന്ന പാർട്ടിയല്ല. മറിച്ച് ഇവർ ഒറ്റക്കെട്ടാണ്. അവിടെ പുറത്ത്, കേരളത്തിന് പുറത്തല്ല ഇവർ ഒറ്റക്കെട്ടാണ്. ഇവിടെയും ഇവർ ഒറ്റക്കെട്ടായിട്ട് നിന്നാലും BJP ഇത്തവണ ഇവിടെ താമര വിരിയിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഈ ചർച്ചയിൽ നമ്മൾ ചർച്ച തുടങ്ങിയത്
BJP ബാന്ധവും ഇടതുപക്ഷത്തിന് വലതുപക്ഷത്തിന് ഇപ്പോൾ ഇതിൽ പറഞ്ഞു വന്നപ്പോൾ BJPയുടെ രമേശ് പറയുമ്പോൾ വാദി പ്രതിയാവുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. BJPയെ തോൽപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷവും വലതുപക്ഷവും പല സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും രഹസ്യ ധാരണകളുണ്ട് എന്നാണ് പുള്ളി പറയുന്നത്. എന്താണ്? അല്ല, BJPയെ തോൽപ്പിക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ അജണ്ടയാണ്. വർഗീയതയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ആശയം. അതുകൊണ്ട് തന്നെ BJPയെ തോൽപ്പിക്കാൻ ഏത് എക്സ്ട്രീം ലെവലും പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ BJP ഒരു ശക്തിയേ അല്ല. വളരെ ചെറിയൊരു പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. കേരള കോൺഗ്രസിനേക്കാളും ചെറിയൊരു പാർട്ടി, 10-13% വോട്ട് ലഭിക്കുന്ന ഒരു ചെറിയ പാർട്ടി. അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി വേറെ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് വോട്ട് കൊടുക്കേണ്ടതോ വോട്ട് വാങ്ങേണ്ടതോ ആവശ്യമില്ല. കേരളത്തിൽ മത്സരം LDFും UDFും തമ്മിലാണ്. അതിൽ കൃത്യമായ രാഷ്ട്രീയമാണ് ഇടതുമുന്നണി വെക്കുന്നത്. കഴിഞ്ഞ പാർലമെൻറ്റിൽ UDFിൻ്റെ പാർലമെൻറ്റ് അംഗങ്ങൾ പോയി, ഇടതുപക്ഷത്തിൻ്റെ ആകെ ഒരു അംഗം പോയി. ഓരോ വിഷയം വരുമ്പോൾ, CAA വിഷയം വരുമ്പോൾ ലീഗിൻ്റെ MP-മാർക്ക് വിമാനം കിട്ടുന്നില്ല, കല്യാണം കൂടാൻ പോകും. മറ്റുള്ളവർ അമിത്ഷായുടെ ഒരൊറ്റ ചോദ്യത്തിന് മുമ്പിൽ പതറിപ്പോവുകയാണ്. നിങ്ങൾ രാജ്യസ്നേഹികളാണോ എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് രാജ്യസ്നേഹം എന്നുള്ള തെറ്റായ ധാരണ, മുസ്ലിങ്ങൾക്ക് പൗരത്വം നൽകാതിരിക്കലാണ് രാജ്യസ്നേഹം എന്നുള്ള ധാരണ വന്നുകൊണ്ട് അതാ ഞങ്ങൾ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓരോ കാര്യത്തിലും BJP ശക്തമായ ഹിന്ദുത്വ ആശയം വെച്ച് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനൊപ്പം നിൽക്കുകയോ അല്ലെങ്കിൽ ഭയപ്പെട്ട് നിൽക്കുകയോ ചെയ്യുന്ന 18 MP-മാരാണ് കേരളത്തിൽ നിന്ന് ലോകസഭയിലേക്ക് പോയത്. ആ അബദ്ധം പറ്റാതിരിക്കാൻ, കാരണം ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുക എന്നുള്ളത് 2024 RSS അജണ്ടയാണ്. അവരുടെ 100ാം വാർഷികത്തിൽ അപകടകരമായൊരു അജണ്ടയാണ്. ഇന്ത്യ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ RSS എന്ന് പറയുന്ന ഭീകര സംഘത്തിൻ്റെ ഈ അപകടകരമായ ആശയത്തെ ചെറുക്കണം. ആ ആശയത്തെ ചെറുക്കണമെങ്കിൽ 2 വഴികളേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ ഭരണം പിടിക്കണം ഇന്ത്യയിൽ RSS ഇതര കക്ഷികൾ. 2, ആഗോളതലത്തിൽ ഇപ്പോഴത്തെ നമുക്ക് തന്നെ അറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യരാഷ്ട്രസഭയും ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരു ആശങ്ക പറയുകയുണ്ടായി, ഇന്ത്യയിൽ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന്. തീർച്ചയായിട്ടും ലോക സമൂഹം മാറിയതാണ്. ആഗോളതലത്തിൽ പ്രഷർ ചെയ്യപ്പെടണം. ആഗോളതലത്തിൽ പ്രഷർ ചെയ്യപ്പെടണമെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ശക്തമായ ശബ്ദമുണ്ടാകണം. ഇന്ത്യൻ പാർലമെൻറ്റിൽ ശക്തമായ ശബ്ദം, ഒരു പരിമിതിയുമില്ലാതെ, ഒരു വിമാനവും കിട്ടാതെ, ഭയപ്പെടാതെ ശക്തമായി പറയണമെങ്കിൽ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MP-മാർ തന്നെ പോകണം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇന്ത്യൻ സാഹചര്യത്തിൽ ഭരണം മാറുമോ ഇല്ലയോ എന്നതിനേക്കാൾ അപ്പുറം ഈ ആശയം, ഈ അപകടകരമായ ആശയം ഇന്ത്യയിൽ നടപ്പിലാകുമോ എന്നുള്ളതാണ് ഭയം. അത് നടപ്പിലാക്കാതിരിക്കാൻ, ചെറുക്കാൻ, ധൈര്യസമേതം സംസാരിക്കാൻ ഇടതുപക്ഷ MP-മാർക്കേ കഴിയൂ. മറ്റുള്ളവർ ഏത് നിമിഷവും കൈപ്പത്തിയിൽ മത്സരിച്ച് താമരയിലേക്ക് മാറുന്ന ആളുകളാണ് മത്സരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിൻ്റെ മതേതര മനസ്സ് 2004 എന്താണോ തീരുമാനമെടുത്തത് ഇന്ത്യയിലും 2004 ആവർത്തിക്കും, കേരളത്തിലും 2004 ആവർത്തിച്ച് ഇന്ത്യയിൽ ഒരു നല്ല ഇന്ത്യയായി ഇന്ത്യ എന്ന മതേതര ഇന്ത്യ നിലനിൽക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അവസാനമായിട്ട് നമ്മൾ കോൺഗ്രസ് പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. ഒരു വലിയൊരു ആരോപണമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധി ഉന്നയിച്ചത്. കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFിൻ്റെ MP-മാർ BJPയെ പേടിച്ചിട്ട് കേരളവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി പോലെയുള്ള ഇതിൽ ഒരു അക്ഷരം പോലും പറയാൻ പാർലമെൻറ്റിൽ സംസാരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഒന്ന് ക്ലിയർ ചെയ്യാവുന്ന. ഇതിനകത്ത് ഇന്ത്യയെ വർഗീയമായിട്ട് ധ്രുവീകരണം നടത്തുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ പോളിസിയായിട്ട് മുന്നോട്ട് പോകുന്നു. അവിടെ ഇന്ത്യ രണ്ടായി കാണുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ത്യ ഒന്നായി തന്നെ ഇരിക്കണമെന്നുള്ള ചിന്താഗതി കൊണ്ടാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞ മതേതര സെക്കുലർ പ്രസ്ഥാനം ഇപ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അവർ കൊണ്ടുവന്ന അതേ ഉദ്ദേശത്തോടു കൂടി പ്രതികരിച്ചാൽ അതേ ഉദ്ദേശം തന്നെ നടപ്പിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇന്നലെയൊക്കെ ചർച്ചകൾ കണ്ടു, CAA കുറിച്ച് യാതൊന്നും ഈ ന്യായപത്രയിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. പക്ഷെ അത് വളരെ വ്യക്തമല്ലേ? അതിനകത്ത് ഒരു വായിക്കുകയാണെങ്കിൽ മുസ്ലിം വിഭാഗത്തിന് വേണ്ടുന്ന സംവരണവും അതുപോലെ അവരുടെ ആനുകൂല്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്പെസിഫിക്കായിട്ട് CAA പറയാതിരിക്കുന്നിടത്തോളം ഈ 2 കൂട്ടരും
പെട്ടുപോയി. അതായത് ഇടതുപക്ഷവും BJPയും അവിടെ എന്തെങ്കിലും ഒന്ന് പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്നപ്പോൾ അവർക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇവിടുത്തെ ഇപ്പോഴത്തെ വിഷയം, ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഇന്ത്യ 2024 ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്ന പ്രശ്നം, അടുത്ത 2024 കഴിഞ്ഞ അടുത്ത വർഷത്തെ തെരഞ്ഞെടുപ്പിലേക്ക് ഇന്ത്യ ഇതുപോലെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഇന്ത്യയായി തന്നെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വർഗീയ വിഘടനവാദം ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് സെക്കുലറായിട്ടുള്ള പണ്ടത്തെ അതേ ഇന്ത്യ തന്നെ കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വിഷയങ്ങളിൽ ഇവിടെ വർഗീയത മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് ഊന്നി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള മറ്റുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് കോൺഗ്രസ് എടുത്തു ചാടേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. പിന്നെ പാർലമെൻറ്റിനകത്ത് സംസാരിച്ചില്ല എന്നുള്ളത് മാരി സംസാരിക്കുന്നതൊക്കെ നമ്മൾ യൂട്യൂബിലൂടെ കണ്ടിട്ടുള്ളതാണ്. ഒരു വ്യക്തിയെ വ്യക്തിപരമായിട്ട് കളിയാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. വാഹിദ് അത് കേൾക്കുന്ന കുറച്ചുകൂടി നന്നായിരിക്കും. കാരണം എന്തൊക്കെയാണ് അദ്ദേഹം പാർലമെൻറ്റിൽ സംസാരിച്ചിട്ടുള്ളതെന്ന്. പിന്നെ രാഹുൽ ഗാന്ധി 10 ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. 10 ചോദ്യം ചോദിച്ചതിന് 10 ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ 1000 ചോദ്യം ചോദിച്ചാലും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം അതനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഓരോ MP-മാരും ഇപ്പം നിങ്ങൾ ഓരോ മണ്ഡലത്തിലും കൂടെ പ്രവർത്തിക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓരോ MP-മാരും അതത് മണ്ഡലങ്ങളിൽ അവരുടേതായ രീതിയിലുള്ള പ്രയത്നങ്ങളും പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെ BJP എന്ന് പറയുന്ന വർഗീയ ശക്തിയെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ചർച്ച. ആ ചർച്ചയിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ അവിടെ ഇടതുപക്ഷ സഹയാത്രികൻ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഇന്ത്യയായിട്ട് നിലനിൽക്കണം. ലോകരാജ്യങ്ങൾ ഇന്ത്യയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയായിട്ട് നിലനിർത്തണമെങ്കിൽ ഒരു ക്ലിയറായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് നടക്കണമെന്നുണ്ടെങ്കിൽ, പേടിയില്ലാത്ത ജീവിതം ഇന്ത്യയിൽ നയിക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണം. അധികാരത്തിൽ വരുന്നതിന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരേണ്ടത് അത്യാവശ്യമാണെന്നുകൂടിയാണ് പറഞ്ഞുകൊള്ളുന്നത്. ഈ ചർച്ചയിൽ നമ്മൾ ചോദിച്ചത് ഇതാണ്: BJP ബാന്ധവം ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും രണ്ട് കൂട്ടരത് ശക്തമായി നിഷേധിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ BJPയുടെ പ്രതിനിധിയും പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ട് കൂട്ടരും മുഖ്യ ശത്രുക്കളാണ്. ഇങ്ങനെയാണ് ഈ ചർച്ച. ഇനി ബാക്കിയുള്ളത് ശ്രോതാക്കൾ വിലയിരുത്തട്ടെ.